ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ നിത്യം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ് വിവാഹ വാഗ്ദാനം ലംഘിച്ചതിന് IPC 376 പ്രകാരമുള്ള ബലാത്സംഗ കേസുകൾ. പലരും സംശയങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. വിവാഹ വാഗ്ദാനം ലംഘിച്ചതിന് മാത്രം IPC 376 പ്രകാരം കേസ് നിലനിൽക്കില്ല. എന്നാൽ വിവാഹ വാഗ്ദാനം തുടക്കത്തിൽ തന്നെ വ്യാജമായിരുന്നുവെന്ന് തെളിയിക്കാനാവുന്ന സാഹചര്യങ്ങളിൽ IPC 376 ഉപയോഗിക്കാം. വിവാഹം ചെയ്യാനുള്ള യഥാർത്ഥ ഉദ്ദേശം ഇല്ലാതെയാണ് ലൈംഗിക ബന്ധം സ്ഥാപിച്ചത് എങ്കിൽ സ്ത്രീയുടെ സമ്മതം ലഭിച്ചത് തെറ്റിദ്ധരിപ്പിക്കൽ മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്ട് മൂലമാണെങ്കിൽ IPC 376 ബാധകമാണ്. ദീർഘകാല പ്രണയബന്ധം, പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം, പിന്നീട് വിവാഹം നടക്കാതിരിക്കുന്നത്, ഇവിടെയൊന്നും IPC 376 നിലനിൽക്കില്ല. ഒരു റിലേഷനിൽ ബ്രേക്കപ്പ് ഉണ്ടായാൽ അതിനെ കുറ്റകൃത്യമായി കണക്കാക്കണമോ എന്ന ചോദ്യം കോടതികൾ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നീട് വിവാഹം കഴിച്ചില്ല എന്ന പരാതിയിൽ വികാരങ്ങൾക്കപ്പുറം നിയമത്തിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ കോടതി വിലയിരുത്തും. സുപ്രീം കോടതി ഇത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനമാണ് സ്ത്രീയുടെ കൺസെൻറ്റിന് കാരണമെങ്കിൽ അത് ബലാത്സംഗ കുറ്റമായി മാറും. എന്നാൽ ബന്ധം ആരംഭിക്കുമ്പോൾ വിവാഹ ഉദ്ദേശം സത്യസന്ധമായിരുന്നുവെന്നും പിന്നീട് സാഹചര്യം മാറി വിവാഹം നടക്കാതിരുന്നതാണെന്നും തെളിഞ്ഞാൽ അത് ക്രൈമല്ല, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഫെയിലിയർ മാത്രമാണ്. പ്രമോദ് സര്യഭൻ പവാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ സുപ്രീം കോർട്ട് ഫാൾസ് പ്രോമിസ് ഓഫ് മാര്യേജും ബ്രീച്ച് ഓഫ് പ്രോമിസ് ഓഫ് മാര്യേജും ഒരുപോലെയല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാ വിവാഹ വാഗ്ദാന ലംഘനവും ബലാത്സംഗമല്ല. എന്നാൽ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശമില്ലാതെ സ്ത്രീയെ ലൈംഗിക ബന്ധത്തിലേക്ക് വഞ്ചിച്ച് നയിച്ചാൽ അത് IPC 376 പ്രകാരം ഗുരുതരമായ കുറ്റമാണ്. ഓരോ കേസും വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഫാക്ട്സ്, ഇൻറ്റൻഷൻ, ഇൻസെപ്ഷൻ അഥവാ തുടക്കം, സ്റ്റേജ് കണ്ടക്ട് അഥവാ ഓരോ സ്റ്റേജിലും ആ വ്യക്തി കാണിച്ച പെരുമാറ്റം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. ആമീസ് വേൾഡ് തുടർന്നും കാണുക, സന്ദേശങ്ങൾ അയയ്ക്കുക. നന്ദി, നമസ്കാരം.